അഞ്ചാം ക്ലാസ്സിലെ ഗണിതം വാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ചുറ്റളവും പരപ്പളവും കണ്ടുപിടിക്കാൻ ഇതുപോലെ ഒരു ചിത്രം തന്നിട്ട് നമ്മളോട് അതിൻ്റെ ചുറ്റളവും പരപ്പളവും കണ്ടുപിടിക്കാൻ പറയും. ഇതും വളരെ ഈസിയാണ്. അല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ആദ്യം നമുക്ക് ചുറ്റളവ് കണ്ടു നോക്കാം. ചുറ്റുമുള്ള നീളമാണ് ചുറ്റളവ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 5 സെൻറ്റിമീറ്റർ ആണ്. 5 പ്ലസ് ഇതും 5 സെൻറ്റിമീറ്റർ ആണ്. 5 പ്ലസ് 5 എഴുതി. താഴേക്കുള്ളത് 1 സെൻറ്റിമീറ്റർ ആണ്. അത് പ്ലസ് 1 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഇനി ഇങ്ങോട്ടുള്ള അളവ് നമുക്ക് തന്നിട്ടില്ല. ഇങ്ങോട്ടുള്ള അളവ് നമ്മൾ ഈ താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അളവ് 4 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ അളവ് തന്നെയാണ് മുകളിലും. അപ്പോൾ അവിടെ 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി താഴോട്ടുള്ള അളവ് ഇവിടെ തന്നിട്ടില്ല. ഇവിടെ കുറച്ച് ക്ലൂ തന്നിട്ടുണ്ട്. ഇത് 1 സെൻറ്റിമീറ്റർ, ഇതൊരു സെൻറ്റിമീറ്റർ, ഇതൊരു സെൻറ്റിമീറ്റർ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആയി. ടോട്ടൽ 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പിന്നെ 3 സെൻറ്റിമീറ്റർ അവിടെ പോയാൽ പിന്നെ 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇവിടെയും 1 സെൻറ്റിമീറ്റർ ഇവിടെയും. അപ്പോൾ ഈ അളവ് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ 1 പ്ലസ് എഴുതി. ഇങ്ങോട്ടുള്ള അളവ് 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. 3 പ്ലസ് 1 സെൻറ്റിമീറ്റർ. 1 പ്ലസ് ഇങ്ങോട്ടുള്ള അളവ് നമുക്ക് ഇതേ അളവ് തന്നെയാണ്, 3 സെൻറ്റിമീറ്റർ ആണ്. ആ 3 നമ്മൾ എഴുതി. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ, അത് എഴുതി. ഇത് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, പ്ലസ് 4 എഴുതി. താഴേക്ക് 1 സെൻറ്റിമീറ്റർ ആണ്, പ്ലസ് 1 എഴുതി. ഇവിടെ ടോട്ടൽ ആയിട്ടുള്ളത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ പ്ലസ് 5 എഴുതി. ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടുമ്പോൾ 34 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ പെരിമീറ്റർ 34 സെൻറ്റിമീറ്റർ എന്ന് ഉത്തരം കിട്ടി. ഇനി നമുക്കിതിൻ്റെ ഏരിയ കണ്ടെത്തി നോക്കാം. ഇതിനെ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മളിതിനെ ചെറിയ ചതുരങ്ങളാക്കണം. ഏരിയ കണ്ടെത്താനായിട്ട് ഇവിടെ ഒരു വരയിട്ട് കഴിഞ്ഞാൽ നമുക്ക് റെക്റ്റാങ്കിൾ 1 എന്ന് കിട്ടും. അതുപോലെ ഇവിടെ ഒരു വരയിട്ട് കഴിഞ്ഞാൽ ഇതിനെ ഒരു ചതുരമായിട്ട് എടുക്കാം, റെക്റ്റാങ്കിൾ 2. ഇവിടെ ഒരു വരയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒരു ചതുരമായിട്ട് റെക്റ്റാങ്കിൾ 3 ആയിട്ട് എടുക്കാം. പിന്നെ ഇതൊരു ചതുരമായി അപ്പം മാറി. അങ്ങനെ റെക്റ്റാങ്കിൾ 4. 4 ചതുരങ്ങളുണ്ട്. ഈ 4 ചതുരങ്ങളുടെയും ഏരിയ കണ്ടെത്തിയതിന് ശേഷം ഈ 4 ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഏരിയ കിട്ടും. അതായത് ആദ്യം നമ്മൾ 4 ചതുരമായി തിരിച്ചു. ഓരോ ചതുരത്തിൻ്റെയും പരപ്പളവ് കണ്ടെത്തി. ഈ 4 ചതുരങ്ങളുടെയും പരപ്പളവ് കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാ ചതുരങ്ങളുടെയും പരപ്പളവായി. നമുക്ക് ഒന്നാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് നോക്കാം. പരപ്പളവ് കണ്ടെത്താൻ നീളം ഇൻറ്റു വീതിയാണ്, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്. നീളം എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. ടോട്ടൽ 5 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ അതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ ഇവിടെ പോയി, അത് മറ്റേ ചതുരത്തിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ 5 സെൻറ്റിമീറ്റർ, ഇത് അവിടെ താഴെ സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ടോട്ടൽ 5 ആണ്. അതിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ പോയാൽ 4 ആണ്. അപ്പോൾ ഇവിടെ 4 ആണ്. അതുപോലെ ഇൻറ്റു 1, നമ്മൾ അശ്രദ്ധമായിട്ട് 5 ഇൻറ്റു 1 എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോകും. അതുകൊണ്ട് 4 എന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം 4 ഇൻറ്റു 1. അത് ഒന്നാമത്തെ റെക്റ്റാങ്കിളിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ നോക്കാം. അവിടെ ലെങ്ത് 3 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെ ആരോ ഇട്ടാൽ ഇവിടം വരെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പുറത്തേക്ക് പോകുന്നില്ല. ആരോ കണ്ടാൽ അപ്പുറത്തേക്കും പോയി എന്നൊരു തോന്നൽ ആർക്കും വേണ്ട. അവിടെ കൊണ്ടത് അവസാനിക്കുകയാണ്. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ നീളവും വീതി അവിടെ തന്നിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3 ഇൻറ്റു 1 3 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇംഗ്ലീഷിലാവുമ്പോൾ 3 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഇനി അടുത്ത ചതുരം 3 നോക്കാം. അവിടെ ലെങ്ത് 4 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. വിഡ്ത്ത് 1 സെൻറ്റിമീറ്ററും ആണ്. അടിയിൽ 5 എന്ന് കൊടുത്തിട്ടുണ്ട്. 5 ടോട്ടലാണ്. അതുകൊണ്ട് 5 ആരും എടുക്കരുത്. 5 ടോട്ടൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടം വരെയുള്ള അളവാണ് ഈ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 4 ഇൻറ്റു 1 4. അവിടെ മൂന്നാമത്തെ ചതുരത്തിൻ്റെയും നമ്മൾ കംപ്ലീറ്റ് ആൻസർ എഴുതി. ഇനി നമുക്ക് നാലാമത്തെ ചതുരം നോക്കാം. റെക്റ്റാങ്കിൾ 4. അവിടെ ലെങ്ത് 5 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അത് നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. വിഡ്ത്ത് നമുക്ക് ഇവിടെ തന്നിട്ടില്ല. അത് നമ്മൾ കണ്ടെത്തി എഴുതണം. ഇവിടെ ഏറ്റവും അടിയിൽ 5 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ജസ്റ്റ് മുകളിൽ 4 സെൻറ്റിമീറ്റർ ആണ് അവിടം വരെയുള്ള നീളം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി 5ൽ നിന്ന് 4 കുറച്ചാൽ ബാക്കി 1 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ നീളം. അപ്പോൾ റെക്റ്റാങ്കിൾ 4ൻ്റെ വശങ്ങൾ എന്ന് പറയുന്നത് 1 ഇൻറ്റു 5 അല്ലെങ്കിൽ 5 ഇൻറ്റു 1 ഏതെഴുതിയാലും ഉത്തരം ഒന്ന് തന്നെയാണ്. 5 ചതുരശ്ര സെൻറ്റിമീറ്റർ, 5 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. 4 3 4 5 ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ഈ ഭാഗം 4 ഇൻറ്റു 1 1 ഇൻറ്റു 3 4 ഇൻറ്റു 1 1 ഇൻറ്റു 5 ഇത് മാത്രം നമ്മൾ ഇങ്ങോട്ട് എഴുതിയിട്ട് പ്ലസ് ചിഹ്നം ഇട്ടിട്ട് നമുക്ക് ഉത്തരം എഴുതാം. എങ്ങനെ എഴുതിയാലും നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഈ രീതിയിൽ എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത്. 4 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 5 ഈക്വൽസ്
അവിടെ നമ്മൾ ഈക്വൽ ചിഹ്നം ഇടണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് 1 ഇൻറ്റു 4 4, ഒരു 4 4 എഴുതി, പ്ലസ് ചിഹ്നം അതേപോലെ ഇട്ടു. ഒരു 3 3 അതെഴുതി, പ്ലസ് ചിഹ്നം ഇട്ടു. 4 ഇൻറ്റു 1 4 ആണ്, പ്ലസ് ചിഹ്നം ഇട്ടു, 5 എഴുതി. 4 3 7 7 11 11 5 16 16 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ് നമുക്കതിൻ്റെ ഉത്തരം കിട്ടിയത്. ഇനി നമ്മളിത് ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ 16 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് എന്ന് എഴുതിയാൽ മതി.